ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആ ശരി അങ്കിളെ. ആ ഓക്കെ. അവരെല്ലാരും ദാസങ്ങളുടെ വീട്ടിലുണ്ട്. നമ്മൾ അവിടേക്ക് ചെല്ലുന്ന എല്ലാരും വിചാരിച്ച്. അമ്മാവൻ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാരും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്തിന്? അവരെ കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരിക്കൂ? മഞ്ചാടി മോൾ എവിടെയുണ്ടെന്ന് ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കാനല്ലേ? ഞാൻ അതിന് തന്നെ അമ്മാവ് ദാസങ്ങളെ വിളിച്ചേ. അവിടെ എല്ലാവരും ഉണ്ടാവും എനിക്കറിയാം. പക്ഷേ അവിടെ ആർക്കും മഞ്ചാടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല. ഞാൻ രവിയെ ഒന്ന് വിളിച്ചു നോക്കാം. കുറച്ച് ദിവസമായിട്ട് മഞ്ചാടി അവിടെ ആയിരുന്നു എന്നാ കേട്ടത്. അവൾ ഇപ്പോഴും അവിടെ ആണെങ്കിൽ അച്ഛനെങ്ങനെ മഞ്ചാടിയെ കാണുവാനോ? അല്ല, ഹർഷയുടെ വീട്ടിലേക്ക് അച്ഛൻ പോവോ? എന്റെ മോളെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും പോകും. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാനായിരിക്കും ആദ്യം ഒരുക്കി തീരുന്നത്. അനു, ഞാൻ പോയി നോക്കാം. ഇന്ദ്രനാ വന്നേ. ഇന്ദ്രനോട് ഇങ്ങോട്ട് വരാൻ പറ രഘു. വാ. വരേന്ദ്രയിരിക്കെ. വേണ്ടച്ച, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അച്ഛനെല്ലാം അറിഞ്ഞല്ലോ അല്ലേ? ആ അതാ ഇങ്ങോട്ട് ഓടി വന്നത്. ഇന്ദ്രനിരിക്കെ. സുശീലയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അത് ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഐസിയുവിൽ തന്നെയാ. മഞ്ചാടി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ഇന്ദ്രൻ അറിയൂ? അത് പറയാനാ ഞാൻ വന്നത്. അനുവിനെ വിളിച്ചപ്പോൾ കോള് കിട്ടുന്നില്ല. ഫോൺ ചാർജ് തീർന്ന ഓഫായി കാണും. ഞാൻ നോക്കിയില്ല. മഞ്ചാടി രവിയുടെ വീട്ടിൽ നിന്ന് പോയി.